കഴിഞ്ഞ ദിവസം ഏറെ ചർച്ചയായ ഒന്നായിരുന്നു ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ക്രിക്കറ്റ് ടൂർണമെന്റ് അരങ്ങേറുന്ന പാകിസ്ഥാനിലെ വേദികളിൽ ഇന്ത്യയുടെ പതാക ഒഴിവാക്കിയത്. സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ചിത്രങ്ങൾ പ്രചരിക്കുകയും വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ സംഭവം വിമർശനങ്ങൾക്ക് വഴിവെച്ചതോടെ പാകിസ്ഥാനിലെ വേദികളിൽ ഇന്ത്യയുടെ പതാക ഒഴിവാക്കിയ നടപടിയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിലുള്ള ചാമ്പ്യൻസ് ട്രോഫി ഉദ്ഘാടന മത്സരത്തിന് മുൻപ് കറാച്ചിയിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ പതാക പ്രത്യക്ഷപ്പെട്ടു. സ്റ്റേഡിയങ്ങളിൽ 7 രാജ്യങ്ങളുടെ പതാക സ്ഥാപിക്കുകയും ഇന്ത്യൻ പതാക മാത്രം ഒഴിവാക്കുകയും ചെയ്തത് സമൂഹ മാധ്യമങ്ങളിലാണ് ആദ്യം ചർച്ചയായത്. ഇതിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ വിശദീകരണവുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് രംഗത്തെത്തിയിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കാൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കാത്ത ഇന്ത്യയുടെ നിലപാടിനുള്ള പ്രതികാരമായാണ് PCB ഇന്ത്യൻ പതാക ഉൾപ്പെടുത്താതിരുന്നത് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചു. ഇതിന് പിന്നാലെ മറ്റ് രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യൻ പതാക ഉയർത്തണമെന്ന് BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല ഉൾപ്പെടെ ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയും ചെയ്തു. ഇന്ത്യൻ പതാക അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം സ്ഥിരീകരിക്കണം. ഇല്ല എന്നാണെങ്കിൽ അത് സ്ഥാപിക്കണമായിരുന്നു. പങ്കെടുക്കുന്ന എല്ലാ രാജ്യത്തിൻ്റെയും പതാകകൾ അവിടെ ഉണ്ടാവേണ്ടതാണ് എന്നും രാജീവ് ശുക്ല പറഞ്ഞു. അതേസമയം ICC നിയമങ്ങൾ പ്രകാരമാണ് പതാകകൾ സ്ഥാപിക്കുന്നതെന്നായിരുന്നു വിവാദം ഉണ്ടായ ദിവസം PCBയുടെ പ്രതികരണം. മത്സരത്തിൽ പങ്കെടുക്കുന്ന 2 ടീമുകൾ ICC, PCB എന്നിവയുൾപ്പെടെ 4 പതാകകൾ മാത്രമേ ഉയർത്താവൂ എന്ന് ICC നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ബോർഡ് അറിയിച്ചു. എന്നാൽ പാകിസ്ഥാൻ ന്യൂസിലാൻഡ് ഉദ്ഘാടന മത്സരം നടക്കാനിരിക്കുന്ന വേദിയിൽ ചൊവ്വാഴ്ച ഇന്ത്യൻ പതാക പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതേസമയം ടൂർണമെന്റിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണമെന്ന് BCCI ആവശ്യപ്പെട്ടതു മുതൽ ചാമ്പ്യൻസ് ട്രോഫി വിവാദങ്ങൾ തുടങ്ങിയിരുന്നു. ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് PCB വഴങ്ങിയത്. 2027 വരെ ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെന്റുകളിലും ഹൈബ്രിഡ് മോഡൽ നടപ്പാക്കണമെന്ന് ICC അറിയിച്ചതോടെയാണ് പാകിസ്ഥാൻ ഹൈബ്രിഡ് മോഡൽ നടപ്പാക്കാൻ സമ്മതം മൂളിയത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് പല പ്രശ്നങ്ങളും ഉടലെടുത്തു. ആദ്യം ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയിൽ ആതിഥേയരായ പാകിസ്ഥാന്റെ പേര് എഴുതാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. തുടർന്ന് വിഷയം ചർച്ചയായതോടെ ICC നേരിട്ട് ഇടപെടുകയായിരുന്നു. അന്ന് BCCIക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു ICC രംഗത്തെത്തിയത്. ടൂർണമെന്റിൽ ഔദ്യോഗികമായ ആതിഥേയ രാജ്യമായ പാകിസ്ഥാന്റെ പേര് കിറ്റിൽ എഴുതാൻ എല്ലാ രാജ്യവും ബാധ്യസ്ഥരാണെന്ന് BCCIയോട് ICC നിർദ്ദേശിച്ചു. ICCയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മത്സരങ്ങൾ എവിടെ നടക്കുന്നുവെന്നത് പരിഗണിക്കാതെ ടീമുകളുടെ ജേഴ്സിയിൽ ആതിഥേയരുടെ പേര് എഴുതിയിരിക്കണം. കളിക്കാരുടെ കിറ്റിൽ ആതിഥേയ രാജ്യമായ പാകിസ്ഥാന്റെ പേരുള്ള ചാമ്പ്യൻസ് ട്രോഫി ലോഗോ കണ്ടെത്തിയില്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അപെക്സ് ബോർഡ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യൻ പതാക ഒഴിവാക്കി എന്ന വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. എന്തായാലും ഇനി 2 രാജ്യങ്ങളും കളിക്കളത്തിൽ ഏറ്റുമുട്ടുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ആസ്വാദകർ. 2017 ഫൈനൽ പോരാട്ടത്തിന് മറുപടി കൊടുത്തുകൊണ്ട് തന്നെ ഇന്ത്യ തുടക്കം കുറിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും.